ഇടുക്കി പൂപ്പാറയിൽ ആനയെ കണ്ട് ഓടി വീണ് വയോധികന് പരിക്ക്. പൂപ്പാറയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി അന്തോണിക്കാണ് പരിക്കേറ്റത്. കോരൻപാറയിലാണ് ഈ സംഭവം. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് കട്ടപ്പനയിൽ നിന്ന്. രാഹുൽ, എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ? ഉന്മേഷ്, വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോരമ്പാറയിലെ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന അന്തോണിക്കാണ് കാട്ടാനെ കണ്ട് ഭയന്നോടുന്നതിനിടെ വീണ് പരിക്കേൽക്കുന്നത്. ആ പരിക്കത്ര ഗുരുതരമായ പരിക്കല്ല, നിസാര പരിക്കാണ്. ചെവിക്കും കാലിനും ചെറിയ ചതവ് മാത്രമേ ഉള്ളൂ എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അന്തോണി ഒറ്റയ്ക്കായിരുന്നു ഈ സംഭവ സമയം ഉണ്ടായിരുന്നത്. പിന്നീട് അതുവഴി വന്ന ആളുകൾ അന്തോണിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആദ്യം പൂപ്പാറയിലെ ഒരു ക്ലിനിക്കിൽ എത്തിക്കുകയും പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പരിക്ക് ഗുരുതരമായതുകൊണ്ടല്ല, ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള പരിശോധനയ്ക്കായിട്ടാണ് തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. ചക്കക്കൊമ്പൻ എന്ന കാട്ടാനെ കണ്ട് ഭയന്നോടിയതാണ് എന്നാണ് അന്തോണി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ പ്രദേശത്ത് 8 ആനകളുടെ കൂട്ടം കഴിഞ്ഞ കുറച്ച് ദിവസമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇവയെ തുരത്തുന്നതിനു വേണ്ടി RRT കഠിന പരിശ്രമം അവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷേ ആനകൾ മതികെട്ടാൻ ചോലയിലേക്ക് കയറിപ്പോയതിനു ശേഷം വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക്, തോട്ടം മേഖലയിലേക്ക് ഇറങ്ങി വരുന്നത് പതിവാകുന്നു. അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് തോട്ടം തൊഴിലാളികൾക്കൊക്കെ അവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് കാര്യക്ഷമമായ ഇടപെടൽ അവിടെ നടത്തുന്നുണ്ട്. എങ്കിൽ കൂടിയും കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ഈ RRTയുടെ പ്രവർത്തനം ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാർ വീണ്ടും ആവശ്യപ്പെടുന്നത്, തൊഴിലാളികൾ വീണ്ടും ആവശ്യപ്പെടുന്നത്. ശരി രാഹുൽ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അവിടെ വന്യമൃഗ ആക്രമണം തുടർക്കഥയായ മേഖലയാണ്, കാട്ടാനയുടെ ശല്യമുള്ള മേഖലയാണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്.